എല്ലാവരും ഓക്കെയാ? ഗവർണർക്കെതിരെ CPM-ഉം SFI ഉൾപ്പെടെയുള്ള അനുബന്ധ സംഘടനകളും നടത്തുന്ന അരാഷ്ട്രീയ അക്രമ സമരം അവസാനിപ്പിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഗവർണർക്ക് സംരക്ഷണം നൽകേണ്ട ബാധ്യത ഗവൺമെന്റിനാണ്. ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന CPM-ഉം അതുമായി ബന്ധപ്പെട്ട സംഘടനകളുമാണ് ഗവർണറെ കാലുകുത്തിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഗവർണർക്ക് സംരക്ഷണം നൽകാൻ ഗവൺമെന്റിന് സാധ്യമല്ല എന്നുള്ളതാണ് ഈ ഭീഷണിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ രാഷ്ട്രപതി നിശ്ചയിച്ച ഭരണഘടനാനുസൃതമായി നിശ്ചയിച്ച ഗവർണർക്ക് പൂർണ്ണ സംരക്ഷണം നൽകാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകും എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുകയാണ്. ഗവർണർക്ക് സംരക്ഷണം നൽകാൻ ജനങ്ങൾ തയ്യാറാകുന്ന സമയത്ത് അതിനോടൊപ്പം നിൽക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. ക്യാമ്പസിൽ മാത്രമല്ല, കേരളത്തിലെ ഏത് തെരുവീഥികളിലൂടെയും കേരളം ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കീഴിലാണ്, ഭരണഘടനയുടെ കീഴിലാണ് കേരളമെങ്കിൽ രാഷ്ട്രപതി നിശ്ചയിച്ച ഗവർണർക്ക് കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിയമപരമായി ഭരണഘടനാപരമായി സ്വാതന്ത്ര്യമുണ്ട്. അത് പിണറായി വിജയന്റെ ഗവൺമെന്റും അദ്ദേഹത്തിന്റെ പാർട്ടിയും അതിന് എതിരെ നിന്നാൽ ഗവർണർക്ക് പൂർണ്ണ സംരക്ഷണം നൽകാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകും എന്ന് ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ കോഴിക്കോട് നഗരത്തിലെ നമ്മുടെ അനുഭവം അതാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, SFI എന്ത് മുദ്രാവാക്യവുമായിട്ടാണ് ഗവർണർക്കെതിരെ സമരം ചെയ്യുന്നത്? അദ്ദേഹം സർവകലാശാലകളെ സ്വയംഭരണം അത് സംരക്ഷിക്കാനാണ് ഗവർണർ ശ്രമിച്ചത്. ഗവർണർ ശരിയാണെന്ന് നീതിന്യായ കോടതി വ്യക്തമാക്കി. ഇപ്പൊ ജനകീയ കോടതിയും അത് തന്നെയാണ് പറയുന്നത്. കാരണം മതിയായ യോഗ്യതയുള്ളവരെ മാത്രമേ സർവകലാശാല വൈസ് ചാൻസലറായി നിയമിക്കാൻ പാടുള്ളൂ. അത് ഗവർണർ ശരിയാണെന്ന് കണ്ണൂർ VC-യുടെ തുടർ നിയമനം റദ്ദ് ചെയ്ത സുപ്രീം കോടതിയുടെ നടപടിയിലൂടെ ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല, സർവകലാശാലയിൽ മന്ത്രിമാരുടെയും അവരുടെ ബന്ധുക്കൾക്കും പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് നിയമനം നൽകുന്നത് ശരിയല്ല എന്നുള്ളത് നീതിന്യായ കോടതിയും ജനകീയ കോടതിയും അംഗീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, എല്ലാവർക്കും സർവകലാശാല പോകാനും ഇവിടെ സമിതികളിൽ അംഗമായിരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. SFIക്ക് മാത്രമുള്ളതല്ല. SFIയുടെ തറവാട്ട് സ്വത്താണ് കേരളത്തിലെ സർവകലാശാല എന്ന് അവർ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അർഹതകൾ എല്ലാവർക്കും അവിടെ വിവിധ സമിതികളിൽ അംഗങ്ങളായി മാറാം. യാതൊരു സംശയമില്ല. നിയമം അതിന് അംഗീകാരം നൽകുന്നുണ്ട്. അതുകൊണ്ട് ഗവർണർ ചെയ്ത ശരിയാണ് എന്ന് ജനകീയ കോടതിയും നീതിന്യായ കോടതിയും ഇപ്പോ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ഈ ഗവർണർക്കെതിരെ SFIയുടെ മുദ്രാവാക്യം എന്താ? ഡോണ്ട് സ്പിറ്റ് പാൻ പരാഗ്. ഒരു SFI കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി വിദ്യാർത്ഥി സംഘടന ഒരു ഗവർണറെ ഉയർത്തുന്ന മുദ്രാവാക്യം ഡോണ്ട് സ്പിറ്റ് പാൻ പരാഗ്. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പസിനകത്ത് ഗവർണറെ കാലുകുത്തില്ല എന്ന് പറയുന്നത്. തെരുവീഥികളിൽ ആഭാസ സമരം, അക്രമ സമരം അരങ്ങേറുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേറെന്താ SFIക്ക് പറയാനുള്ളത്? ഗവർണർക്കെതിരെ എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിന് നടത്തിയ നിയമനങ്ങളൊക്കെ നിയമപരമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഗവൺമെന്റാണ് തെറ്റ്, പിണറായി സർക്കാരാണ് തെറ്റ്, പിണറായി വിജയനാണ് തെറ്റ്, മുഖ്യമന്ത്രിയാണ് തെറ്റ് എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ SFI നടത്തുന്നത് അരാഷ്ട്രീയമാണ്. SFI നടത്തുന്നത് അക്രമ സമരമാണ്. അത് അവസാനിപ്പിക്കാൻ തയ്യാറാകണം എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 2, ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഈ ഗവർണറെ
പിൻവലിപ്പിക്കണമെന്ന. പക്ഷേ അദ്ദേഹം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയല്ല. അദ്ദേഹത്തിന് മക്കളാരും മാസപ്പടി വാങ്ങിയിട്ടില്ല. അദ്ദേഹം ഡോളർ കടത്ത് നടത്തിയിട്ടില്ല. അദ്ദേഹം ഏതെങ്കിലും വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കരാറിൽ ഒപ്പിട്ടിട്ട് അഴിമതി നടത്തിയിട്ടില്ല. പിന്നെ അയാൾ എന്തിനാ മാറ്റേണ്ടത്? എന്നാൽ ജനങ്ങളും അതോടൊപ്പം BJPയും ആഗ്രഹിക്കുന്നു ഗവർണർ തുടരണം. ഗവർണർ തുടരണം എന്നുള്ളതാണ് കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും ഗവർണർ നിലനിൽക്കണം, ഗവർണർ തുടരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള നിലപാടുകളാണ് ഞങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഗവർണറെ സർവകലാശാലക്കകത്ത് കാല് കുത്തിക്കില്ല എന്നാണ് SFI പറഞ്ഞത്. കാലുകുത്തി കാൽനടയായി യാത്ര ചെയ്തു. ഏതായാലും ഒരു കാര്യം ഗവർണർ തെളിയിച്ചിട്ടുണ്ട്, ഏതായാലും തെമ്മാടിക്കൂട്ടങ്ങളുടെ മുന്നിൽ അദ്ദേഹം മുട്ടുമടക്കില്ല എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ, പരാജയം ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ SFI അരാഷ്ട്രീയ അക്രമ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. ഒരു കാര്യം കൂടി, ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു ഇന്റർവ്യൂ, മാധ്യമത്തിൽ നൽകിയ ഇന്റർവ്യൂ കണ്ടു. ഈ കേരളത്തിലെ ഗവർണർക്ക് SFI അറിയില്ല. ശരിയാ? അത് അദ്ദേഹം പറഞ്ഞത് ശരിയാ. ഇപ്പൊ ഉദാഹരണത്തിന് തെലങ്കാനയിലെ രാഷ്ട്രീയ പാർട്ടിയുടെ BRS, അതിന്റെ വിദ്യാർത്ഥി സംഘടനയാണെന്ന് ആർക്കും അറിയോ? ആർക്കും അറിയില്ല. അതേപോലെ DMKയുടെ വിദ്യാർത്ഥി സംഘടന ആർക്കാണെന്ന് ആർക്കും അറിയില്ല. അതേപോലെ നമ്മുടെ BJD, ബിജു ജനതാദൾ ഒറീസയിലുണ്ട്, അവർക്ക് വിദ്യാർത്ഥി സംഘടനയുണ്ട്, ആർക്കാണ് അറിയില്ല. അതുപോലെ ഒരു കേരളത്തിലെ പ്രാദേശിക പാർട്ടിയായ CPMന്റെ വിദ്യാർത്ഥി സംഘടന SFIയെ കുറിച്ച് ഒരുപക്ഷെ കേരളത്തിന് പുറത്തുള്ള ഗവർണർക്ക് അറിഞ്ഞില്ല എന്ന് വരും. പക്ഷെ തെറ്റുപറ്റിയത് ഗവർണർക്കല്ല. ഗവർണർ ആരാണ്, ആരിഫ് മുഹമ്മദ് ഖാൻ ആരാണെന്ന് പിണറായി വിജയനും അതുപോലെ SFIക്കാർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരം നിലപാടുകൾ അവർ സ്വീകരിച്ചത് എന്ന് വ്യക്തമാണ്. ഈ ഗവർണർ തുടരണമെന്നുള്ള BJP കേന്ദ്ര മന്ത്രിസഭ മുമ്പാകെ കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെടും. അല്ല, ഇപ്പോ അദ്ദേഹത്തെ പിൻവലിക്കണം എന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തെ പിൻവലിക്കണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് കേരളത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അദ്ദേഹം തുടരണമെന്ന്. ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ്. അവിടെ ഞങ്ങളും ജനങ്ങളോടൊപ്പം. ഇപ്പൊ ജനങ്ങൾ അദ്ദേഹത്തിന് സംരക്ഷണം നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ജനങ്ങളോടൊപ്പം, അതിനോട് ഞങ്ങൾ ചേരും. അല്ല, ഗവർണർ തലേ ദിവസം പറഞ്ഞു കേരളത്തിലെ ക്രമസമാധാന പ്രശ്നമാണ് വലിയ പ്രശ്നമാണെന്ന്. ഇന്നലെ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് നിന്ന് നന്ദി പറഞ്ഞാണ് പോയത്. ആരും നടന്ന് ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ പോലീസ് സംരക്ഷണം വേണ്ട എന്ന് വിശ്വാസട്ട പറഞ്ഞത് ഗവർണറാണ്. എന്നിട്ട് ഇവിടെ വന്ന് എത്ര പോലീസ് സംരക്ഷണയില്ല. എന്നിട്ട് അയാൾ സുഖമായിട്ട് എന്ത് ചെയ്തു? അല്ല, അദ്ദേഹം പിന്നെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം പോലീസ് സംരക്ഷണം ഇന്നലെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് നമുക്കറിയാം. തലേ ദിവസത്തെ സംഭവം ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിക്കിന്റെ മുമ്പിൽ മുഖ്യമന്ത്രി പോകുന്ന വഴിക്ക് മരിച്ച വീട്ടിൽ നാട്ടിയിട്ടുള്ള കറുപ്പ് കൊടി പോലും മാറ്റി. 2000-ഓളം പോലീസുകാരാണ്. അതേപോലെ തന്നെ പറയപ്പെടുന്നത് പാർട്ടിയിൽപ്പെട്ട പ്രൊഫഷണൽ ഗുണ്ടാ സംഘങ്ങൾ മുഖ്യമന്ത്രി അകമ്പടി സേവിക്കുന്നുണ്ടെന്നാണ്. പോലീസിനകത്തുള്ള CPM ഫ്രാക്ഷൻ അവർ സിവിൽ വേഷത്തിൽ ലാത്തിയേക്കാൾ വലിയ വടിയുമായി നടക്കുന്നുണ്ടെന്നാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഊരിപ്പിടിച്ച കഠാരിക്ക് മുന്നിലൂടെയും വാൾത്തലയുടെ മുന്നിലൂടെയും നടന്നിട്ടുള്ള ധീരനായ മുഖ്യമന്ത്രി നമ്മുടെ ഈ നവകേരള യാത്ര സംഘടിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ അങ്ങനെയാണെങ്കിൽ ഈ കറുത്ത വസ്ത്രം ധരിച്ചിട്ട് ഈ ഗവർണറെ തടയാൻ പോകുന്നത് ശരിയാണെന്ന് പിണറായി വിജയൻ പറയണം. ഇതെന്താ രണ്ട് ന്യായം എന്തിനാണ്? ഒരേ പന്തിയിൽ രണ്ട് ഭോജനം എന്തിനാണ്? മുഖ്യമന്ത്രിക്കുള്ള പരിഗണന ഗവർണർക്കും വേണ്ടേ? അവിടെ ഗവർണർ പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഒരു അകമ്പടിയും വേണ്ട, ജനങ്ങൾ എന്നെ സംരക്ഷിക്കും. അതിനെ ജനങ്ങൾ അദ്ദേഹം പറഞ്ഞതുപോലെ അത് ശരിയാണെന്ന് വന്നു. നമ്മുടെ മുട്ടായി തെരുവിലൂടെ പോകുമ്പോൾ കച്ചവടക്കാരും കടക്കാരും സാധാരണക്കാരും കുട്ടികളും മുതിർന്ന ആളുകളും ആബാലവൃദ്ധം ജനങ്ങൾ അദ്ദേഹത്തെ അകമ്പടി സേവിച്ചു. അതാണ് കണ്ടത്. അവിടെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നവകേരള സദസ്സിലുള്ള ജനതയല്ല യഥാർത്ഥ ജനപിന്തുണ എന്ന് പറയുന്നത് ഇന്നലെ ഗവർണർക്ക് കോഴിക്കോട് നഗരത്തിൽ കിട്ടിയത്. അവർക്ക് ഇന്നലെ ഗവർണർ കുടുംബശ്രീക്കാരെ നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ടില്ല. അത് തൊഴിലുറപ്പുകാരെ ഗവർണർ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നിട്ടില്ല. സ്കൂൾ അംഗനവാടി ടീച്ചർമാരോടും അധ്യാപികമാരോടും
അതുപോലെ കുട്ടികള് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കുട്ടികൾ വേണമെന്ന് പറഞ്ഞിട്ടില്ല. അയാൾ സ്വമേധയാ നടക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അകമ്പടി. ഈ പിണറായി വിജയന്റെ ജനപിന്തുണയല്ല ഗവർണർക്ക് കിട്ടിയത്, ഇത് ഒറിജിനലാണ്, അത് ഡ്യൂപ്ലിക്കേറ്റാണ്. അതിനർത്ഥം കേരളത്തിൽ ക്രമസമാധാന നില ഭദ്രമാണ് എന്നല്ല. അല്ല, ക്രമസമാധാന നില ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. നമ്മുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനം. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഗവർണർ ഈ കേരളത്തിലെല്ലാ മുക്കിലും മൂലയിലും യാത്ര ചെയ്യണമെന്നാണ്. പക്ഷെ ഏതാനും ചില അക്രമ സംഘങ്ങൾ, ക്രിമിനൽ സംഘങ്ങൾ മുഖ്യമന്ത്രിയുടെയും ഭരണകൂടത്തിന്റെയും അകമ്പടിയോടുകൂടി ഇപ്പം അക്രമം അഴിച്ചുവിടുകയാണ്, അരാജകത്വം ഉണ്ടാക്കുകയാണ്, ക്രമസമാധാനം തകർക്കുകയാണ്. അതിനെതിരായിട്ടാണ് ഗവർണർ പറഞ്ഞത്. അത് ശരിയല്ലേ? കേരളത്തിലെ ജനങ്ങൾ അക്രമകാരികളല്ല. ഇപ്പൊ പിണറായി വിജയന്റെ കൂടെ നടക്കുന്ന ഈ ക്രിമിനൽ സംഘം എന്ന് പറയാം, അത് കേരളത്തിലെ മുഴുവൻ ജനസംഖ്യയുടെയും 0.0001% മാത്രമാണ്. അവരുടെ നിലപാടുകൾ, അവരുടെ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങള് അക്രമകാരികളെന്ന് പറയാൻ സാധ്യമല്ല. ബി.ജെ.പി. നേതാക്കളുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷമാണ് ഇന്നലെ മിഠായി തെരുവിൽ ഇറങ്ങിയതെന്ന ഒരു ആരോപണം വരുന്നുണ്ട്. കൃത്യമായൊരു ഹിഡൻ അജണ്ട ഗവർണർക്ക് ഇന്നലത്തെ ഒരു നീക്കത്തിന് പിന്നിലുണ്ടെന്നു? അല്ലല്ല, ഗവർണർക്ക് ബഹുമാന്യനായ കേരള ഗവർണർക്ക് തീരുമാനമെടുക്കാനുള്ള ബുദ്ധിയും കഴിവൊക്കെ ഉണ്ട്. അയാൾ ആരുടെയും അദ്ദേഹത്തിന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട ആവശ്യമില്ല. ശരി ഏതാണ് തെറ്റേതാണെന്നുള്ള കണ്ടെത്താനുള്ള വിവരവും ബുദ്ധിയും വിദ്യാഭ്യാസവും നമ്മുടെ കേരളത്തിലെ ഗവർണർക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ബി.ജെ.പി. നേതാക്കളുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹം തെരുവിലിറങ്ങാൻ തീരുമാനിച്ചത് എന്ന ആരോപണം ശരിയല്ല. ഈ നോമിനേറ്റ് ചെയ്യപ്പെട്ട ഗവർണർ നോമിനേറ്റ് ചെയ്ത മെമ്പർമാർ ബി.ജെ.പി. തയ്യാറായി കൊടുത്ത പട്ടികയാണെന്ന് പറഞ്ഞു. ബി.ജെ.പി. അങ്ങനെ രാജ്ഭവൻ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ടോ? ഞങ്ങൾ AKG സെന്ററിൽ നിന്ന് ഈ കൊടുക്കുന്നത് പോലെ മാരാർജി മന്ദിരത്തിൽ നിന്ന് പട്ടിക കൊടുക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. ഗവർണറുടെ അന്വേഷണത്തിൽ, പരിശോധനയിൽ നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വേദികളിലെ പല സമിതികളിലേക്കും ആളുകളെ നിശ്ചയിച്ചത്. അവർക്കാർക്കെങ്കിലും അയോഗ്യതയുണ്ടെങ്കിൽ ഇവർക്ക് കോടതിയെ സമീപിക്കാം. ഇവർക്ക് അറപ്പ് വസ്ത്രം ധരിച്ചിട്ട് ഇദ്ദേഹത്തെ കാലുകുത്താൻ അനുവദിക്കില്ല എന്നല്ലല്ലോ പറയേണ്ടത്. അവർക്ക് സമീപിക്കാനുള്ള, നിയമപരമായി സമീപിക്കാനുള്ള മാർഗങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ട് സമീപിക്കുന്നില്ല? കാരണം അവരുടെ ഭാഗത്ത് ശരിയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഒന്നേ ഉള്ളൂ, ഈ സമിതികളിലൊക്കെ ഈ ഇടതുപക്ഷത്തിന്റെ ആളുകൾക്ക് മാത്രമേ അംഗമാകാൻ പാടുള്ളൂ. SFIക്കാരുടെ തറവാട്ട് സ്വത്താ കേരളത്തിലെ സർവകലാശാലയും ക്യാമ്പസും എന്ന ധാരണ SFI തിരുത്തുക. ഇന്ത്യയിലെ ഒരു ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനത്തെ കേവലം കറുത്ത പൊട്ട് മാത്രമാണ് CPM എന്നും അവരുടെ അനുബന്ധ സംഘടനകളെന്നും അവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മുടെ കേരളത്തിൽ ധാരാളം യോഗ്യതയുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ മന്ത്രിയുടെയും മന്ത്രി മരുമകന്റെയും ബന്ധുക്കളാവില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കളാവില്ല, മരുമക്കളാവില്ല, ഭാര്യമാരാവില്ല. അതല്ലാതെ എത്ര യോഗ്യരായ ആളുകൾ, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ കേരളത്തിലുണ്ട്. അവർക്കൊക്കെ ഈ സ്ഥാനത്തെത്തും. അതാണ് സർവകലാശാലയിലെ സ്വയംഭരണാവകാശം എന്ന് പറയുന്നത്. അത് സംരക്ഷിക്കാനാണ് ഈ ഗവർണർ തയ്യാറാകുന്നത്. അയാളെ ഇത്തരം അക്രമം കാണിച്ചിട്ട് ഇല്ലാതാക്കാൻ സാധ്യമല്ല. ആൾ ധീരമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചത്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഒരാളാണല്ലോ. അപ്പോൾ കണ്ണൂർ ജില്ലക്കെതിരെ ഗവർണർ വലിയ തോതിൽ പ്രചരണം നടത്തുന്നു എന്നാണ് മുഖ്യമന്ത്രി വരെ ആരോപിക്കുന്നത്. അപ്പൊ അതിൽ ബി.ജെ.പിയുടെ നിലപാടെന്താ? അല്ല, ഗവർണർ ഒരു യാഥാർത്ഥ്യം പറഞ്ഞിട്ടുണ്ട്. ഗവർണർ പറഞ്ഞത് അവിടെ കണ്ണൂരിന് നല്ലൊരു പാരമ്പര്യമുണ്ട്, ചരിത്രമുണ്ട്. അത് അഭിമാനാർഹമായ പാരമ്പര്യവും ചരിത്രമാണ്. അത് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ അടിസ്ഥാന ജനവിഭാഗത്തെ സംഘടിപ്പിച്ചുകൊണ്ട് സമരം നടത്തിയ വീര പഴശ്ശി തമ്പുരാന്റെ ജന്മം കൊണ്ട് പവിത്രമായ മണ്ണാണ്. അതുപോലെ തന്നെ സാഹിത്യ, സാംസ്കാരിക, സാമൂഹ്യ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച, നവോത്ഥാനത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള മഹാത്മാക്കൾ കണ്ണൂർ ജില്ലയിൽ ജന്മം കൊണ്ടിട്ടുണ്ട്. ഇങ്ങനൊരു ചരിത്രം കണ്ണൂർ ജില്ലക്കുണ്ട്. അത് അഭിമാനകരമാണ്, ഇന്നത്തെ തലമുറക്ക് അനുകരണീയവുമാണ്. പക്ഷെ അദ്ദേഹം അതല്ല പറഞ്ഞത്. അവിടെ നിരപരാധിയായ രാഷ്ട്രീയ പ്രവർത്തകരെ കൊലപ്പെടുത്തിയ, അവിടുത്തെ കണ്ണൂരിന്റെ മണ്ണ് ചുവപ്പിച്ച, നിരപരാധികളുടെ രക്തം കൊണ്ട് ചുവപ്പിച്ച മറ്റൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിന് നേതൃത്വം കൊടുത്ത ആൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഞങ്ങളുടെ വാടിക്കൽ രാമകൃഷ്ണൻ
ആദ്യത്തെ രാഷ്ട്രീയ രക്തസാക്ഷിയാണ് കണ്ണൂരിലെ. അദ്ദേഹത്തിന്റെ കേസിലെ 1-ാം പ്രതിയാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി. അതുപോലെ CPM-ന്റെ ഏതാണ്ട് എല്ലാ നേതാക്കന്മാരും BJP RSS പ്രവർത്തകരെ കൊലപ്പെടുത്തിയ മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികളിൽ പെട്ടിട്ടുള്ള ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇടതുമുന്നണിയിൽപ്പെട്ട CPI ഉൾപ്പെടെയുള്ള പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ചോര പുരണ്ട ഒരു ഇരുണ്ട കാലഘട്ടവും കൂടി നമ്മുടെ കണ്ണൂർ ജില്ലക്കുണ്ട്. അതിൽ പിണറായി വിജയനും മാർക്സിസ്റ്റ് നേതാക്കന്മാർക്കും അതിൽ നിന്ന് പിന്മാറാൻ സാധ്യമല്ല. അക്കാര്യത്തെക്കുറിച്ചാണ് ഈ ഗവർണർ ഓർമ്മപ്പെടുത്തിയത്. ഈ കേരളത്തിൽ രാഷ്ട്രപതി ഭരണത്തിനുള്ള ഒരു നീക്കമാണ് ഗവർണർ നടത്തുന്നത് എന്നാണ് വേറൊരു ആരോപണം. അങ്ങനെ കരുതുന്നുണ്ടോ? ഞങ്ങളതിന് അങ്ങനെയൊന്നും ഞങ്ങൾ കരുതുന്നില്ല. അല്ല, 356-ാം വകുപ്പ് ഭരണഘടനയിൽ ഉണ്ട് എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അല്ല, അങ്ങനെ ഉണ്ട്. ഞങ്ങൾ 356-ാം വകുപ്പ് ഉപയോഗിച്ച് ഏതെങ്കിലും ഗവൺമെന്റിനെ പിരിച്ചുവിടണം എന്നൊന്നും ആവശ്യപ്പെടുന്നില്ല. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികരായ കോൺഗ്രസ് ആണ് 100-ലധികം തവണ കേരളത്തിലെ EMS ഗവൺമെന്റിന് ഉൾപ്പെടെ 356-ാം വകുപ്പ് ഉപയോഗിച്ച് പിരിച്ചുവിട്ടത്. ഇപ്പൊ EMS-നെ പിരിച്ചുവിട്ട കോൺഗ്രസിനോടൊപ്പം നെഹ്റു കുടുംബത്തോടൊപ്പമാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹവാസം. അവര് ആ രാഷ്ട്രീയ പാപ്പരത്തെ കൊണ്ട് സംഭവിച്ചത് വേറെ കാര്യം. ഞങ്ങൾ ഏതായാലും മാർക്സിസ്റ്റ് പാർട്ടിയെ ത്രിപുരയിൽ തറപറ്റിച്ചത് ജനാധിപത്യ രീതിയിൽ 356-ാം വകുപ്പ് ഉപയോഗിച്ചിട്ടല്ല. ഞങ്ങളിപ്പം CPM 34 വർഷം ഭരിച്ച ബംഗാളിൽ ഞങ്ങളിന്ന് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായത് 356-ാം വകുപ്പ് ഉപയോഗിച്ചിട്ടില്ല. ബംഗാളിൽ സംഭവിച്ചതുപോലെ ത്രിപുരയിൽ സംഭവിച്ചതുപോലെ ജനാധിപത്യപരമായി രാഷ്ട്രീയമായി പോരാട്ടം നടത്തി ബംഗാളിലെ പോലെ ത്രിപുരയെ പോലെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്താൻ